ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വയനാട് ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. കൊച്ചു കുട്ടികൾ വരെ അതിലേക്കുള്ള വളരെ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞുമക്കൾ അവരെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള തൊണ്ടുകൾ അതുവരെ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ നൽകുന്ന വീഡിയോ. അതുപോലെ കുഞ്ഞുമക്കൾ അവരുടെ കമ്മലുകൾ, സ്വർണ്ണ കമ്മലുകൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണോ അതെല്ലാം നമ്മൾ മലയാളികൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണോ അതെല്ലാം നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോ മലയാളികളും. നമ്മുടെ സ്നേഹം തന്നെയാണ് എന്ന് നമുക്കത് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമ്മുടെ സ്നേഹം പല സാധനങ്ങളായിട്ട് നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മലയാളികൾ മാത്രമല്ല കേട്ടോ, തമിഴ്നാട്ടിലുള്ള ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ അവർക്കുള്ള ഒരുപാട് സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയധികം സാധനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടുത്തെ വയനാട് ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സാധനങ്ങളുണ്ട് അവിടുത്തെ ആ ക്യാമ്പിലൊക്കെ നിറഞ്ഞിട്ട്, അതായത് ആ സ്കൂളിനുള്ളിൽ നിറഞ്ഞിട്ട് അവിടുത്തെ ഗ്രൗണ്ടിൽ വരെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് സാധനങ്ങൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ അവർക്ക് തൽക്കാലം ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ചില ആളുകൾക്ക് വളരെ അവരുടെ കണ്ണിന് തന്നെ അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള, അതായത് ഈ വയനാട്ടിലെ എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സഹായം പല ആളുകൾക്കും അത് കണ്ടിട്ട് അവരുടെ കണ്ണിൽ എന്തോ ഒരു തരം അസൂയയോ അല്ലെങ്കിൽ അത് അടിച്ചു മാറ്റാനുള്ള ഒരു ടെൻഡൻസിയോ എന്തോ തോന്നിയിട്ട് ആ ഒരു നാട്ടിലുള്ള മെമ്പർ തന്നെ ആ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അല്ല, ഈ വണ്ടി സാധനത്തെ സമ്മതിക്കൂല. തിരിച്ചു കൊണ്ടുവെക്കണം. എന്തിനാണ് വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി. ആർക്ക് കൊടുക്കാനുള്ള നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടാവേണ്ടി തന്നെ വെച്ചോളി. എന്താ പേടിക്കാൻ എന്തിനാ? അതല്ല, നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വേണ്ടി തന്നെ വെച്ചോളി. മാഷ് വന്നിട്ട് കുഴപ്പമില്ല. മാഷ് ഓർഡറിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ല, ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. അത്രേ ഉള്ളൂ പറഞ്ഞോളൂ. ശരിയായ നടപടിയല്ല ഈ രാത്രി 12 എടുക്കുന്ന ഒരു സ്ഥാനത്തുണ്ടോ ഒന്നും ഉള്ള കാര്യം പറയാനോ ഒന്നുമില്ല. പിന്നെന്താ ഈ 12 മണിക്ക് എന്താ പരിപാടി? ഈ സ്കൂളിൽ എന്താ പരിപാടി? പിന്നെ കുഴപ്പമില്ല. 12 മണിക്ക് സാധനത്തിൽ വണ്ടിയിൽ കോളിക്കാന്ന് പറഞ്ഞിട്ട് ചെയർമാൻ കൺവീനർ മാത്രം മതി. അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും വിളിച്ചല്ലോ. അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളാ വണ്ടി തന്നെ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവസാനം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ കേട്ടോ. ഇത് മറ്റാരും അല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ നമുക്ക് തണലായിട്ട് നിൽക്കേണ്ട നമ്മൾ അവിടുത്തെ കുറച്ച് പാർട്ടിക്കാരും ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊരു മെമ്പറാണ് ഈ ഒരു കാര്യം തന്നെ ചെയ്തിട്ടുള്ളത്. എന്താ പറയല്ലേ, ഈ എല്ലാം തകർന്ന് നിൽക്കുന്നവരാണ് ഈ വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം എന്ന് വെച്ചാൽ അവർ വീട് മാത്രമല്ല, അവരുടെ കൂടപ്പിറപ്പുകൾ, ആളുകൾ, എല്ലാവരെയും എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകളാണ് അവരെ ഇനിയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായുള്ള പ്രവർത്തികളോ അവരോട് ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ മനസ്സ് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ. കാരണം എല്ലാം തകർന്നു നിൽക്കുന്നവരെ ഇനിയും നമ്മൾ ചൂഷണം ചെയ്യാന്നൊക്കെ പറയുമ്പം നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്ന അവരുടെ ഒരു മനസ്സുണ്ടല്ലോ അല്ലേ. ഈ കഷ്ടപ്പാടുകൾ അവരെ ക്യാമ്പിലുള്ള ആളുകളാണ് കേട്ടോ. അവിടെ രാവിലെ മുതൽ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളാണ്. എന്നിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ ഓരോന്ന് അറിഞ്ഞു വെച്ചിട്ട് കൂടി അവർക്ക് ഇത്തരത്തിലുള്ള ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ഒരിക്കലും വെറുതെ വിടരുത് അല്ലേ. എല്ലാ തകർന്നു നിൽക്കുന്നവരെ ഇനിയും ചൂഷണം ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു രീതി തന്നെയാണ്. ഒരുപക്ഷെ നമുക്കിവരെ കള്ളന്മാർ അല്ലെങ്കിൽ മോഷ്ടാക്കളെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തകർന്നു നിൽക്കുന്ന ആളുകളെ പോയിട്ടല്ല ചൂഷണം ചെയ്യുന്നത്. ചില കള്ളന്മാരുണ്ട് ഈ ഉള്ളവരെ കയ്യിൽ നിന്ന് മാത്രം മോഷ്ടിച്ചിട്ട് നടക്കുന്ന, നമ്മൾ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉള്ളവരെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്ന കള്ളന്മാർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ തകർന്നു നിൽക്കുന്ന മറ്റാളുകൾ കൊടുക്കുന്ന സഹായം, അതിൽ വന്നിട്ടാണ് ഈ കൈയിട്ട് വരാൻ നോക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ എന്തായാലും പൊക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടത്, ആ പിള്ളേർ ചെയ്തത് എന്തായാലും, ചെയ്ത ആളുകൾ ചെയ്തത് എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ഇനിയാണ് നമ്മളിൽ അവർ ചൂഷണം ചെയ്യരുത് ആരും. കാരണം എല്ലാം തകർന്നിരിക്കുന്നവരാണ്, അവരെ ഇനിയും പരീക്ഷിക്കരുത്.